ഉള്ളിൽ കയറാനുള്ള എക്സൈറ്റ്മെന്റ് പീക്ക് ലെവൽ ഗൈസ്. തിരുവാതിര കാണാൻ നിന്ന ആൾക്കാരെ കാണണം. 6 മണിക്ക് വിട്ടാൽ വലിയ കാര്യം. 11 മണിയായി. അപ്പോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം എമ്പുരാൻ കാണാൻ വന്ന നമ്മളെ കീർത്തോണ്ട് വിടാ. കീർത്തോ ചെക്കൻ ഒറ്റക്ക് പോകണമെന്ന് പറഞ്ഞപ്പോ എനക്കും കൂടി ഒരു മൈൻഡ് വന്ന് പോവാന്ന്. അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം റിവ്യൂ എടുക്കാൻ പറ്റിയിട്ടല്ലോ. സോ ഞാൻ ഒന്നും കൂടി വന്നിട്ട് ഒന്നും കൂടി കണ്ടിട്ട് റിവ്യൂ അറിയാതെ അറിയും. എന്താ പറയുക, രോമാഞ്ചം ഒക്കെ അവന് രോമാഞ്ചം വേണല്ലോ ഗൈസ്. സോ എന്തായാലും ഞാൻ ഉള്ളിൽ കയറട്ടെ. ഓക്കെ, അതെപ്പോ മെയ് 1 തോന്നുന്നു. ഗായ്സ് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുക്കണല്ലേ? ഹൗസ്ഫുള്ള് 4 മിനിറ്റ് കൂടി ഉണ്ട്. ഡോറ് തുറക്കുന്നുമില്ല. ആ ഒരു രോമാഞ്ചത്തില് ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ പെട്ടിരിക്കുകയാണ് ഗൈസ്. ഉള്ളിൽ കയറാനുള്ള എക്സൈറ്റ്മെന്റ് പീക്ക് ലെവൽ ഗൈസ്, പീക്ക് ലെവൽ. ഉള്ളിൽ കയറി നമ്മളെന്തായാലും സിനിമ കണ്ടിട്ട് നമ്മൾ റിവ്യൂ പറയുമ്പോൾ ഹാഫ് ടൈം ഇന്റർവെൽ എങ്ങനെയുണ്ട്? ഞാൻ വെയിറ്റിംഗ് ആണ് ഹാഫ് ടൈം കഴിഞ്ഞിട്ടുള്ളത് കാണാൻ വേണ്ടിട്ട്. അതിനോട്ട് രണ്ടാമത് കാണാൻ വന്നത്. ഓക്കെ ഗൈസ്, ഞാൻ എന്തെങ്കിലും പ്ലീസ് നോ സ്പോയിലേഴ്സ്. ഓക്കെ ഗൈസ്, നമ്മൾ ഇറങ്ങി സിനിമ കഴിഞ്ഞിട്ട്. എങ്ങനെയുണ്ടാ? സൂപ്പർ രോമാഞ്ചം കൊണ്ട്. രോമാഞ്ചം എന്നല്ല, അതിനെന്താ പറയാ, അതന്നെ ആ സംഭവം അതെല്ലാരും കണ്ടപ്പോ നിങ്ങൾക്കും കിട്ടും ആ സംഭവം. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ വീഡിയോ കാണുന്ന എല്ലാവരും എന്തായാലും കണ്ടിരിക്കണം ലൂസിഫർ എമ്പുരാൻ എന്ന പടം. ഞാൻ ആ കോരിതെരിപ്പ് കൊണ്ട് വരുന്നതാ. ആ സിനിമ കണ്ട് കോരിതെരിപ്പ് കൊണ്ട്, ആവേശം കൊണ്ട് പറയുന്നതാ. ഓക്കെ ഗൈസ്, എന്തായാലും ഞാൻ ഇവിടുന്ന് പോട്ടെ. ഞാൻ അനക്ക് രണ്ടാമത് കാണാൻ ആഗ്രഹമായിട്ട് ഞാൻ വന്നതാ. ഇനി എന്തായാലും അമ്പലത്തിൽ പോകണം. വീട്ടിൽ പോയിട്ട് അമ്പലത്തിൽ പോയിട്ട് അടുത്ത പരിപാടി. ഓക്കെ ഗൈസ്, ഇന്നലത്തെ പോലെയല്ല ഞാൻ ഇവിടുത്തെ അമ്പലത്തില്. ഇന്നത്തെ പോലെയല്ല, ഇന്ന് നല്ല തിരക്കുണ്ട് ഗൈസ്. അപ്പൂനെ കണ്ടിട്ട് ഗൈസ്, അപ്പൂടെ ഉണ്ട്. ഞാൻ എന്തായാലും അങ്ങോട്ട് പോട്ടെ. ഓക്കെ, ഞാൻ എന്തായാലും അങ്ങോട്ട് പോട്ടെ. യക്ഷഗാനം നടക്കുന്നുണ്ട് ഗൈസ്, കാണിച്ചരാതെ. അതാണ് യക്ഷഗാനം. ഞാൻ തിരുവാതിര നടക്കുന്ന പറഞ്ഞു ഗൈസ്. തിരുവാതിര നടക്കുന്ന. ഓക്കെ, ഇത് ചെറിയ തിരക്കൊന്നല്ല, ഇത് നല്ല തിരക്കുണ്ട് ഗൈസ്. തിരുവാതിര കാണാൻ നിന്ന ആൾക്കാരെ നിങ്ങൾ കാണണം ഗൈസ്. എത്ര ഉണ്ടെന്ന് അവിടെ മുകളിലൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. നമ്മോട് പോയിട്ട് നോക്കൂ, നോക്കട്ടെ. ഓക്കെ, തുടങ്ങിയിട്ടില്ല, തുടങ്ങുന്നതേ ഉള്ളൂ. എല്ലാം അരിച്ചു തുടങ്ങി. शिव शिव नाम जगत्पुरुषे पाहि परं पुरुषे शिव शिव नाम जगत्पुरुषे माया मनोहर गोपाल कृष्ण माया कामने एदुरेल्का കാണുമ്പോ ഒരാൾ ഓർമ്മ വരുന്നത് എന്താണെന്നറിയില്ല, നല്ലവണ്ണം ഓർമ്മ വരുന്നത് ഗൈസ്. ഗണപതിക്കൊരു നാളികേരമൈ
രക്ഷയില്ല സീന് അല്ലേ ഓക്കെ അടുത്ത പരിപാടി പോട്ടെ കളിച്ചോണ്ട് അവിടെ സീനാണ് മോനെ. കുറെ ടീമുണ്ട് കാണിച്ചോട്ടെ. അല്ല നേരത്തെ തിരുവാതിര പക്ഷെ എന്തൊക്കെയുണ്ട് നടക്കുന്നത് അവിടെ അത് ഏകദേശം പൂർണ്ണമായി. പക്ഷെ അതിനായിട്ട് ഞാൻ കഴിച്ചിട്ട് കാഴ്ച വരുന്നുണ്ട്. അപ്പൊ കാഴ്ച കാണിച്ചേ കാഴ്ചന്റെ അടുത്തേക്ക് പോവാം നമുക്ക്. പക്ഷെ കഴിച്ചിട്ടായിട്ട് പോവാം. കാഴ്ച അപ്പൊ നമുക്ക് കാഴ്ച കാണിച്ചു തരാം. ഓക്കെ അപ്പം 6 മണിക്ക് വിട്ടാൽ അത് വലിയ കാര്യം. ഇപ്പോഴത് സമയം 11 മണിയായി ഗായ്സ്. അവിടെ സ്റ്റാർട്ട് ആയതാണ് ഇപ്പൊ കാണിക്കുന്നത്. ഇപ്പൊ എത്തുന്നേ ഉള്ളൂ. അങ്ങ് ബാക്ക് വരെ ഉണ്ട് ഗായ്സ്. നീണ്ടു കിടക്കാം.
ഓക്കെ ഗായ്സ്, അങ്ങനെ അതും കഴിഞ്ഞു. അങ്ങനെയില്ല, അതും തുള്ളി കഴിഞ്ഞിട്ട് ഇനി അടുത്ത പരിപാടി നോക്കട്ടെ. ഓക്കെ, കാഴ്ചയെല്ലാം വന്നു കഴിഞ്ഞ് സമയം 12 എല്ലാം കഴിഞ്ഞു. ഞാൻ എന്റെ കമ്മൽ മേടിച്ചു. അവന്റെ ഓക്ക് കമ്മലെല്ലാം കാണിച്ചേ ഒക്കെ കിട്ടിയാലോ കമന്റ് വന്നിട്ട് 12:53 കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇന്നത്തെ ഉള്ളത് കഴിഞ്ഞിരിക്കുന്നു. എന്താ പറയുക, സമയം 1 മണിയായി സമയം. ഇന്നത്തെ ദിവസം അങ്ങനെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. പരിപാടി ഒന്നും കഴിഞ്ഞിട്ടില്ല ഗൈസ്, പരിപാടി നടന്നോണ്ടുണ്ട്. ഇപ്പോഴും പാട്ട് പാടിക്കൊണ്ടുണ്ട് അവിടെ. ഞാൻ കഴിച്ചിട്ടായിട്ട് കാണിച്ചുതരാം ഗൈസ്. സമയം 1:30. ഓക്കെ, ഇവിടെ പാട്ട് പാടിക്കൊണ്ട് ഗാനമേള ഗൈസ്. ഓക്കെ, ഞാൻ കാണിച്ചുതരാം ഇപ്പൊ. അപ്പൊ നമുക്കിനി നാളത്തെ ഇതേപോലെ കാണിച്ചു കൊടുക്കാം. ഓക്കെ, ഞാൻ ഡെയിലി വരുന്നുണ്ട് ഇപ്പൊ. ഓക്കെ, എന്തായാലും എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, എന്താ പറയുന്നത്, അപ്പൊ ഗൈസ് അടുത്തൊരു വ്ളോഗിൽ കാണുന്നവരെ ബൈ.